Hi friends, welcome you all to yet another episode of Delicious Madras. We are going for Tiruvannamalai today. This is our second travel vlog and it's 194 kilometers from Chennai. We are going through Chengalpet to Tindivanam and then we'll reach by less than 4 hours. It's evening time, still a little cloudy and bit rain is there. I hope everything will be alright by tomorrow. We have already booked a free darshan online. We'll let you know what exactly is the procedures for that. So there is one night stay in Tiruvannamalai at a beautiful small hotel in the town. It's called Himalaya. Okay, so you're going to see the hotels as well post lockdown, how the hotels are doing it safe and healthy to stay. And also this is the Navratri episode of us. So this is Navratri week and we are going to go from Tiruvannamalai to further other destination in another week's time. So keep watching guys. Okay, hi. Hi. It was a wonderful support for our Kanchipuram trip. So we are expecting the same. So നമുക്ക് travel start ചെയ്യാല്ലേ ചെന്നൈന്ന്. Okay. Yeah. Bye bye. Bye. Hi friends, to the left side is a Gindi metro station and just behind that is a electric train railway station as well. അതിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ റേസ് കോഴ്സ് ഉള്ളത് ആൻഡ് റേസ് കോഴ്സിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ ഫിനിക്സ് മാൾ. So one of the biggest mall in Chennai. There are few hotels on the side and you can see the metro rail just in the middle of the road and it goes all the way to airport and from St. Thomas Mount it goes towards the bus station at Coimbatore. Kathipara Junction നേരെ പോകുന്ന റോഡ് it goes towards the trade center and towards the Poonamali high road. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോയി കഴിഞ്ഞാൽ it goes towards the airport to താമ്പരം. ഈ ഒരു ജംഗ്ഷൻ ഒരു വലിയൊരു സർക്കുലർ ഓവർ ബ്രിഡ്ജാണിത് and it is started in 2008 and it's in the shape of a clover leaf, one of the largest clover leaf over bridge in Asia. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത് ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി ഇൻ ആലന്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓൺ ദ ലെഫ്റ്റ് യു ക്യാൻ സീ നൗ ദ ആലന്തൂർ മെട്രോ സ്റ്റേഷൻ വിച്ച് ഈസ് ഓൾസോ ദ സെയിം പ്ലേസ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് എ സെൻറ്റ് തോമസ് മൗണ്ട്. സോ സെൻറ്റ് തോമസ് മൗണ്ട് റൈറ്റ് സൈഡിലായിട്ടാണ്. ആലന്തൂർ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഹില്ലിലാണ് സെൻറ്റ് തോമസ് മൗണ്ട് വേർ സെൻറ്റ് തോമസ് യൂസ് ടു ഗോ അപ്പ് ദർ ആൻഡ് ഡു ദ പെനൻസ്. അവിടെ ഒരു ചേർച്ച് ഉണ്ട്. ആ ചേർച്ചിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ ദ ടേക്ക് ദ പൂനമലി ഹൈ റോഡ് ആൻഡ് ദെൻ ടേക്ക് ദ റോഡ് ടുവേർഡ്സ് സെൻറ്റ് തോമസ് മൗണ്ട്. അവിടെ പോകാൻ നല്ലൊരു സ്ഥലമാണ്. അവിടെ ഇറ്റ്സ് എ റിലീജിയസ് പ്ലേസ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ദ എൻറ്റയർ ചെന്നൈ സിറ്റി അപ് ടിൽ ദ ബീച്ച് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ സെൻറ്റ് തോമസ് മൗണ്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ത്രൂ ദ മിലിറ്ററി ഏരിയ. ചില ഭാഗങ്ങളിൽ മിലിറ്ററി ഏരിയ വരും ആൻഡ് യു ക്യാൻ സീ ദ വൈറ്റ് ബിൽഡിംഗ് ദർ ചർച്ച് ആൻഡ് ദാറ്റ് ഈസ് ഇൻസൈഡ് ദ മിലിറ്ററി ഏരിയ. From St. Thomas Mount you will be able to see the runway of the Chennai International Airport and it's so beautiful to view. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല രസമാണ്. അപ്പോൾ ചേർച്ചിൽ പോകണ ജസ്റ്റ് ഇറ്റ്സ് ലൈക്ക് എ ടൂറിസ്റ്റ് പ്ലേസ് ആസ് വെൽ. അവിടെ പോയാൽ യു ക്യാൻ സീ ദ റൺവേ ആൻഡ് ദ എയർപോർട്ട്. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ട് റോഡിൽ കൂടിയാണ്. യു ക്യാൻ സീ ദ മീഡിയനിൽ ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടോ, അതായത് ലാൻഡിങ്ങിനെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ആ ലൈറ്റ്സ് വെച്ചിരിക്കുന്നത് മീഡിയനിൽ. ആൻഡ് അഗെയിൻ ഇറ്റ്സ് റിയലി ക്ലൗഡി നൗ. ഏത് സമയം മഴ പെയ്യാമെന്നുള്ള പോലെയുണ്ട്. നന്നായിട്ട് ക്ലൗഡ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ആ എയർപോർട്ടിൻ്റെ മതിലിൽ കളേർഡ് പെയിൻറ്റിങ്സ് കണ്ടോ, അതെല്ലാം സ്കൂൾ കിഡ്സും കോളേജ് സ്റ്റുഡൻസും കൂടിയിട്ട് വരച്ചിട്ടുള്ളതാണ്. അത് ഈ റിപ്പബ്ലിക് ഡേ ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് വെരി ഷുവർ ഏത് സമയത്താണ് അവർ ചെയ്തതെന്നുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ജാനുവരി. റിപ്പബ്ലിക് ഡേ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് അവരിതെല്ലാം ചെയ്തിരിക്കുന്നത്. I used to go through that way ആ ഒരു ടൈമിൽ. അപ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുള്ളി ഡൺ. എയർപോർട്ടിലെ എൻറ്റയർ വാൾ ഇറ്റ്സ് ഓൾ പെയിൻറ്റഡ്.
ഇവിടെ നിന്നാണ് ആക്ച്വലി ആ മെട്രോ റെയിൽ മുകളിലേക്ക് വരുന്നത്. ആ റൺവേയുടെ ഏരിയയിൽ മെട്രോ റെയിൽ ഇറ്റ്സ് അണ്ടർഗ്രൗണ്ട്. സോ ജസ്റ്റ് ഫോർ ദ മേ ബി ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ സെക്യൂരിറ്റി പർപ്പസ് നൗ ദ മെട്രോ റെയിൽ ഹാസ് ഗോൺ അപ്പ്. ദിസ് ഗോസ് ഓൾ ദ വേ ടിൽ ദ എയർപോർട്ട്. എയർപോർട്ടിൽ നമുക്ക് മെട്രോ റെയിൽ സ്റ്റേഷൻ ഉണ്ട്. ആൻഡ് വൺസ് യു ഗെറ്റ് ഓഫ് ഫ്രം ദ സ്റ്റേഷൻ, directly you can have access to the airport. You don't need to get off to the ground floor or check in. Direct പോയി കഴിഞ്ഞാൽ you will be able to get into the airport check in. So it's so comfortable. and ചെന്നൈ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ it takes you directly to the Chennai metro rail. It's so convenient that we are taken through the walkalator, or it's called the moving sidewalks. അപ്പോൾ അതിലേ ഇങ്ങനെ നമ്മൾ ബാഗ് എടുത്ത് വെച്ചാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഗോ ത്രൂ ദാറ്റ് വാക്ക് വേ ആൻഡ് ഇറ്റ്സ് സോ കൺവീനിയൻറ്റ്. ഇത് ഒരു സ്പെഷ്യൽ ഇതാണ്. നമ്മൾ ഈവൻ ചെന്നൈ എയർപോർട്ടിൽ എത്തിയാൽ തന്നെ വി ഡോണ്ട് നീഡ് ടു ഗോ ഔട്ട് ത്രൂ ദ എക്സിറ്റ് ഗേറ്റ് വേ. വാട്ട് യു നീഡ് ടു ഡു ഇസ് ടേക്ക് ദ ലിഫ്റ്റ് to the first floor, and from there take the exit door to the walkway. So അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെട്രോ റെയിലിൻ്റെ അവിടെ എത്താൻ സാധിക്കും. ആൻഡ് അഗെയിൻ ദർ ഇസ് എ ക്യാൻറ്റീൻ ജസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് ലെവൽ ഓഫ് ദ മെട്രോ റെയിൽ at the airport, which gives you really the local dish in a very comfortable prices. So എയർപോർട്ടിൽ മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും ഭയങ്കര എക്സ്പെൻസീവ് പ്രൈസസ് ആണ് ഫുഡിന്. സോ ഇഫ് യു റിയലി വോണ്ട് ടു ഹാവ് ഫുഡ്, ദാറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് ടു. ദാറ്റ്സ് എ ക്രോംപെറ്റ് Saravana stores. It's a big stores in Chennai, you know, and we've been there a couple of times. And so beautiful Chennai nowadays, greenery, and എല്ലാവർക്കും വിചാരം ചെന്നൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നൗ ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. എനിക്കറിയില്ല, ഇപ്പം തന്നെ മഴ പെയ്യണ മാതിരിയുണ്ട്. എനിക്ക് തോന്നും മേ ബി ബിഫോർ താമ്പരം ഇറ്റ് മേ റെയിൻ. എന്തായാലും കുഴപ്പമില്ല, മഴ വരാൻ വന്നു. തിരുവണ്ണാമലയ്ക്ക് നമ്മൾ എടുക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ത്രൂ ചെങ്കൽപേട്ട് ആൻഡ് തിണ്ടിവനം, ആൻഡ് ദെൻ ടുവേർഡ്സ് ടേക്ക് ദ സ്റ്റേറ്റ് ഹൈവേ ടു ജഞ്ചി, ആൻഡ് ദെൻ ടു തിരുവണ്ണാമല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് കുറച്ച് നേരം നമ്മൾ ഹൈവേയിലുണ്ടാവും, പിന്നെ സ്റ്റേറ്റ് ഹൈവേസ് ആണ്, വളഞ്ഞു ഞങ്ങളുടെ റോഡ്സ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഐ ബീൻ ദർ ഒരു 7 months ബാക്ക്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഗോയിങ് ഔട്ട് പോസ്റ്റ് ലോക്ക്ഡൗൺ ത്രൂ ദിസ് റോഡ്. മഴ പെയ്തു. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടേഴ്സ് എല്ലാം നല്ല ചീറി പാഞ്ഞു പോകുന്നുണ്ട്. സോ നമ്മൾ താമ്പരം എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ആൻഡ് ഫ്രം താമ്പരം വണ്ടലൂർ ഇസ് ദ മെയിൻ ഏരിയ where we have the zoo. സോ താമ്പരത്തു നിന്ന് ഒരു 7 kilometers പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദ Trichy highway we have the Vandalur Zoo. Another route to Tiruvannamalai is through take East Coast Road to Mahabalipuram. മഹാബലിപുരത്ത് നിന്ന് നമുക്ക് നേരെ തിരുപ്പരക്കുൻഡ്രം എടുത്തിട്ട് അഗെയിൻ യു ക്യാൻ ജോയിൻ ദ ഹൈവേ, ട്രിച്ചി ഹൈവേ. ആ ഹൈവേയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് എ സെയിം റൂട്ട്. ഇമ്പോർട്ടൻറ്റ് തിങ് വാട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു പോയിന്റ് ഔട്ട് ഇസ്, നമ്മൾ തിരുവണ്ണാമലയിൽ പോകുമ്പോൾ യു ഷുഡ് നോട്ട് മിസ് ജിഞ്ചി ഫോർട്ട്. പക്ഷേ ജിഞ്ചി ഫോർട്ട് ഐ ഹേർഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് യെറ്റ് ഓപ്പൺ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങാഞ്ഞത്. ഇഫ് യു ആർ റിയലി വോണ്ട് ടു സീ ദ ജിഞ്ചി ഫോർട്ട്, യു നീഡ് ടു ബി ദർ അറ്റ്ലീസ്റ്റ് ബൈ 10 o'clock. സോ അത് അനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ജിഞ്ചി ഫോർട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ലോട്ട്സ് ഓഫ് ട്രെക്കിംഗ് അപ്പ് ദ ഫോർട്ട്. കുറേ സ്റ്റെപ്സ് ഉണ്ട്, അങ്ങനെ പോവാം. ആൻഡ് മിനിമം ടൈം യു റിക്വയർ അറ്റ് ജിഞ്ചി ഈസ് 3 to 4 hours. സോ ഒരു 3 to 4 hours നമ്മൾ ജിഞ്ചി ഫോർട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൻഡ് ബൈ ദ ടൈം യു വിൽ ബി ഗെറ്റ് ടയർഡ് ആൻഡ് ദെൻ ജസ്റ്റ് ഹാവ് സംതിങ്, you can carry some food of your own and home packed food, and then you can have it and then drive to Tiruvannamalai. So beautiful drive now. മഴയെല്ലാം കഴിഞ്ഞു, നല്ല രസമാണ്, ചുറ്റും നല്ല പച്ചപ്പാണ്, ഗ്രീനറി. ആൻഡ് അഗെയിൻ ഗോയിങ് ത്രൂ ദിസ് ഹൈവേ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എന്തായാലും സന്ധ്യ ആവണ വരെ നല്ല ഒരു നോർമൽ സ്പീഡിൽ അങ്ങോട്ട് പോവാം, സോ ദാറ്റ് വി ക്യാൻ കവർ അപ്പ് ദ ഹോൾ ഏരിയ. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് റിഫ്രഷ്മെൻറ്റ്സിന് നിർത്തണം.
before we get into the smaller roads. ചെന്നൈ ടു തിരുവണ്ണാമലൈ റോഡ് ട്രിപ്പിൽ നമ്മൾ നിറയെ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ സീനിക് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഹോപ്പ് യു എൻജോയിങ് എവറി മൊമെൻറ്റ് ഓഫ് അവർ ഡ്രൈവ്. ദിസ് ഇസ് എ സീനിക് ഡ്രൈവ് വി എവർ ഹാഡ്. നല്ലൊരു ക്ലൈമറ്റാണ്. ഇറ്റ് വാസ് റെയിനിങ് എ ഫ്യൂ മിനിറ്റ്സ് അഗോ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് പാലാ റിവർ ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡ്രൈ നൗ. റെയിനിങ് സീസണിൽ മാത്രം 1 month, 2 months, but even then there will be some water here and there. Oh, correct. It's a good sign that everyone is started traveling and ഹൈവേയിൽ നിറയെ വെഹിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു നവരാത്രി ഹോളിഡേയ്സ് അതാ നോക്കും, നല്ല രസമല്ലേ, എല്ലാ ഡെക്കറേറ്റീവ് തിങ്സ് ആയിട്ടൊരു വെൻഡർ ബൈക്കിൽ പോണത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദ ഈവനിങ്. മഴയെല്ലാം കഴിഞ്ഞു, നല്ല സൺസെറ്റാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3 lane ഹൈവേയിലേക്ക് വന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേൽമരുവത്തൂർ കഴിഞ്ഞ്, അത് കഴിഞ്ഞാൽ വി ഹാവ് ഇനഫ് ദ അനദർ വെൻഡർ ഇസ് ഡൂയിങ് അപ്പ് ദർ. നേരെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഹില്ലക്സ് മാതിരിയൊക്കെ ഉണ്ട്. നല്ല കംപ്ലീറ്റ്ലി ഗ്രീൻ, നല്ല ഹൈവേസ് ആണ്. മേൽമരുവത്തൂർ ആവാറായിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോ ഓൺ ദ വേ ഒരു ടീ ബ്രേക്കിന് നിർത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ചായ കുടിക്കാം അല്ലേ? ചായ കുടിക്കാം. സ്ഥിരമായി നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല സ്നാക്സ് ഒക്കെ കിട്ടും. കോഫി. ഓക്കെ, ഇറ്റ്സ് എ കോഫി ടൈം. ലെറ്റ്സ് ഗോ. Hi Mitu, how is the coffee? Good? Means what? Okay. There's nothing beyond that. Boom. Oh, is it too much? Fan. Hi friends, നമ്മളൊരു കോഫി കുടിക്കാൻ കയറി. 99 കിലോമീറ്റർ കോഫി മാജിക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ബ്രാസ് ടംബ്ലർ അല്ലേ? ബ്രാസ് അല്ലേ ഇത്? ബ്രാസ് ടംബ്ലർ നന്നായിട്ടല്ലേ? വെരി യൂണിക്. നമ്മൾ 99 കിലോമീറ്റർ കോഫി മാജിക് നല്ല പ്ലേസ് ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സ്നാക്സും ഇവിടെ കിട്ടും. പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങും ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ജസ്റ്റ് ഒരു മേൽമരുവത്തൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ് യു വിൽ ഫൈൻഡ് ദിസ് റെസ്റ്റോറൻറ്റ്. വി യൂസ് ടു കം ഹിയർ വൈൽ വി ആർ ഓൺ ദിസ് വേ. നല്ലൊരു സ്ഥലമാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ മോസ്റ്റ്ലി ഓൾമോസ്റ്റ് 100% വിമൻ ഓറിയൻറ്റഡ് വർക്കേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാം വിമൻ ആണ്, ലേഡീസ് ആണ് മോസ്റ്റ്ലി ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ കിച്ചണിലും സെർവിങ് ഏരിയാസ്. സോ ഇറ്റ്സ് എ വിമൻ എൻ്റർപ്രണർഷിപ്പ് ഓർ വിമൻ oriented, helping the women out for the self-sufficient living. Okay, so നമ്മളൊരു ഇലയട കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. Just one coffee and one ഇലയട. നല്ല ടേസ്റ്റ്. So let's keep going. begin our Yeah. Okay, ready. സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറി. നമ്മളിപ്പോൾ വെരി സൂൺ വിൽ ബി ഗോയിങ് ത്രൂ ദ ജിഞ്ചി ഫോർട്ട്. ആക്ച്വലി ദിസ് ജിഞ്ചി ഫോർട്ട് കോംപ്ലെക്സ് ഇസ് ഓൺ 3 hillocks. കൃഷ്ണഗിരി, രാജഗിരി ഓർ അനന്തഗിരി, ചന്ദ്രയാൻ, ദുർഗ്, ഇങ്ങനെ പറഞ്ഞ ഒരു 3 കുന്നുകൾ കൂടിയിട്ടുള്ളതാണ് ഈ ഒരു ഫോർട്ട്. ആൻഡ് 3 hills together constitute a fort complex, and the fort walls are 13 kilometers and the 3 hills are connected by walls enclosing an area of 11 square kilometers. അപ്പോൾ അത്രയും ഒരു വാസ്റ്റ് ഏരിയയാണ് ഈ ഒരു ഫോർട്ടിൻ്റെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ജിഞ്ചി ഫോർട്ടിന് മുമ്പുള്ള ഒരു ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ജിഞ്ചി ടൗൺ. നമ്മളിപ്പോൾ ജിഞ്ചിയിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിഞ്ചി ഫോർട്ട് ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു മോണ്യുമെന്റ് ആണ്. ജിഞ്ചി ഫോർട്ട് റിയലി ഹ്യൂജ് ഫോർട്ട്. പറഞ്ഞാൽ അതിൻ്റെ ഒരു അമേസിങ്, അതിൻ്റെ സ്പ്രെഡ് ഓഫ് ഫോർട്ട് ഇസ് അമേസിങ്.
ആ ഒരു ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് ക്ലൈം വിതിൻ എ ഡേ. അത്രയുണ്ട്. ഒരു 3 മലകളാണ് ആക്ച്വലി ഓൾ ടുഗദർ. ആ 3 മലയിലെ ഒരു മലയിലാണ് ഈ ഒരു ഫോർട്ട് ഉള്ളത്. സോ ഇഫ് യു ആർ കമ്മിങ് ടു ജിഞ്ചി ഫോർട്ട് ഇറ്റ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് എ ഹാഫ് എ ഡേ. യു ഹാവ് ടു ഗെറ്റ് റെഡി ഇൻ ദ മോർണിംഗ്. രാവിലെ തന്നെ ഒരു 9 മണിയോട് കൂടിയിട്ട് ജിഞ്ചി ഫോർട്ടിൽ കയറാൻ റെഡി ആയിട്ട് വരണം. ആൻഡ് അഗെയിൻ ഒരു ബോട്ടിൽ വെള്ളവും ഒരു കുടയുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. വെയിലായിരിക്കും. പിന്നെ പോണ വഴി ഒരു വടി കയ്യിൽ കരുതിക്കൊള്ളണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നിറയെ മങ്കീസ് ഉണ്ട്. മങ്കീസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബാഗ് ഒന്നും എടുത്തുകൊണ്ട് ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകരുത്. വെള്ളം മാത്രം കൊണ്ടുപോവുക. അങ്ങനെ ഇൻ കേസ് ഇഫ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് കയ്യിൽ വെച്ചോ. എപ്പോഴും അത് യൂസ്ഫുൾ ആവും. പിന്നെ ഇപ്പൊ നമ്മള് നൈറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ, ബിക്കോസ് ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 7:30 ആയി. സോ നമ്മളിപ്പോ ദിണ്ടിവനം ജിഞ്ചി ഹൈവേ അല്ലേ, അതല്ലേ, ആ ഒരു ഹൈവേ ആണ്. ഇനിയിപ്പോ നമ്മൾക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ തിരുവണ്ണാമലയിലേക്ക് ഒരു 35 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 35 കിലോമീറ്റേഴ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു 45 മിനിറ്റ്സിൽ നമ്മൾ റീച്ച് ആകും അല്ലേ. ഹോട്ടലിൽ നമ്മൾ 45 മിനിറ്റ്സ് റീച്ച് ആകും. நான் வந்து ரொம்ப எக்ஸைட்டடாக இருந்தது திருவண்ணாமலை ரீச் ஆகிறதுக்கு. ஏன்னா இந்த நம்ம சிவபெருமாள் கோவில் திருவண்ணாமலை அருணாச்சலேஸ்வரர் கோவில் இன்னும் தரிசனம் பண்ணணும்னு ரொம்ப நாளாக ஆசையாக இருந்தது எனக்கு. உங்களுக்கும் இந்த மாதிரி சின்ன சின்ன விஷஸ் லைஃப்பில் இருக்கும் இல்லையா, ஸோ கண்டிப்பாக வந்து அதை கமெண்ட் பாக்ஸில் ஷேர் பண்ணிக்கோங்க. ஜஸ்ட் 13 kilometers to reach our hotel from here. Now we reach Tiruvannamalai town. Here we are in a electronic gadget shop to buy உங்களோட கேமராவோட ஒரு ஆக்சசரி வாங்குறதுக்காக வந்திருக்காங்க. Friends, we have reached our destination, Tiruvannamalai Hotel Himalaya, and it's just 100 meters from the Girivalam starting point, which is on the main highway, and it's commercial area, and more videos is going to come, and keep watching all the videos, and bye bye and take care.